മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. വലി കുടി ആദ്യം തരിക്കും, പിന്നെ കുത്തിത്തരിക്കും, എന്നിട്ടെല്ലാം മാറ്റിമറിക്കും. നിങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റാണിത്. എന്തുവാണ് എഴുതി വച്ചിരിക്കുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഈ സിനിമ പൊട്ടില്ല എന്നുള്ളത്, കാരണം ഒരുപാട് സിനിമകൾ പൊട്ടുന്നു എന്നുള്ളതാണല്ലോ ധ്യാൻ ശ്രീനിവാസിൻ്റെ സിനിമകളെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് പൊട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടുണ്ടായിരുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പൊട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പൊട്ടാതിരിക്കുക എന്നുള്ളതാണ്. രണ്ട്, അറിഞ്ഞൊന്നും പൊട്ടാനുള്ള ആംബിയർ പോലും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്നെങ്കിലും അവൻ എന്റെ കൈ കിട്ടി ഞാൻ ആ നായിന്റെ മോനെ ചീതി ഞാൻ അവന്. ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റൂല. ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് കൂട്ടിയാൽ പോലും വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷോർട്ട് ഫിലിംസ്. അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. 1.25 ദൈർഘ്യമുള്ളൊരു സിനിമ, 1.25 മണിക്കൂർ, ഒരു വലിയ സിനിമയുടെ പകുതി, ഒരു ഇന്റർവെൽ വരെയുള്ള ദൈർഘ്യം. എന്നിട്ട് പോലും 3 അസഹനീയ സിനിമ കണ്ടതിലും ഭീകരമായിരുന്നു ഈ 1.25 ടോർച്ചർ സഹിച്ച് തിയേറ്ററിലിരുന്നത്. തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള. ടെക്നിക്കൽ സൈഡൊന്നും പറയുന്നില്ല, മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ടതാ. ശരിക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയാണ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെ ഇതൊരു ഫോറസ്റ്റ് അപരാധം, അതിൽ കുറച്ചൊന്നും പറയാൻ കഴിയില്ല. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ശരിക്കും ആ കപ്പൽ മുതലാളി റിലീസ് ചെയ്ത അതായിരിക്കും ഇതിലും നല്ലതെന്ന് തോന്നിപ്പോയി. മലയാള സിനിമ ഒരു സൈഡിൽ നിന്ന് വലിയ പേരുണ്ടാക്കുമ്പോൾ മറു സൈഡിൽ നിന്ന് ചീത്തപ്പേരായിട്ട് ഇങ്ങനത്തെ കുറെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഒരു മാറ്റവും ഇല്ല. ഇന്നലെ തന്നെ പ്രസ് മീറ്റിൽ ഒരു ചെറുക്കനെയൊക്കെ എടുത്ത് എയറിലാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു. ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് ഞാൻ എൻ്റെ പണി നല്ലപോലെ ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഇത് കണ്ടിട്ട് സിനിമയോട്, സ്വന്തം ചെയ്യുന്ന തൊഴിലിനോട് ഒരു 1% ആത്മാർത്ഥതയുള്ള ആരും ഇങ്ങനെ ചെയ്യില്ല. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഈ പടം കഴിഞ്ഞിട്ട് ഈ പ്രേക്ഷകരടുത്ത് നിങ്ങളൊന്ന് ചോദിക്കണം, ആപ്പ് കൈസാഹേ, നിങ്ങൾ ജീവനോടെ ബാക്കിയുണ്ടോ എന്നുള്ളത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.